മാറ്റമുള്ള ഒരു കാലഘട്ടം എന്നാണ് പറയുന്നത്. ഈ പിരിമുറുക്കത്തിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ക്ലാസ് റൂമുകളിൽ ഒത്തിരിയേറെ വിഷയങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഒപ്പം നിങ്ങളുടെ പ്രായത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങളെ നല്ല വ്യക്തിത്വമുള്ള കുട്ടികളായി എങ്ങനെ രൂപപ്പെടുത്താം, ഇന്നത്തെ സമൂഹത്തിൽ വ്യാപരിക്കാം എന്ന സതുദ്ദേശത്തോടു കൂടി ലയൺസ് ക്ലബ് നമ്മളോടുള്ള സ്കൂളിൻ്റെ സ്നേഹത്തെ പ്രതി ഇന്ന് നിങ്ങൾക്കായി ഒരു ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെക്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് സ്നേഹബഹുമാനപ്പെട്ട കിഷോറിനെ ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇടമറ്റം KTJM സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠന ചടങ്ങ് നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭയുടെ ഇവിടെ വേദിയിലിരിക്കുന്ന ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കിഷോർ, പ്രിയപ്പെട്ട മനോജ് അച്ഛ, പ്രിയപ്പെട്ട സിബി അങ്കിൾ, പ്രിയപ്പെട്ട കൗൺസിലേഴ്സ് വർക്കി സാർ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഭരണങ്ങാനത്താണ് പഠിച്ചത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒത്തിരി വർഷങ്ങൾ ഈ സ്കൂളിൻ്റെ മുന്നിൽ കൂടെയാണ് പോയത്. സോ ആ ഒരു സന്തോഷത്തോടെയാണ് ഇവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു 8, 9, 10 ക്ലാസ്സിലുള്ള പിള്ളേരാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിൻ്റേതായിട്ടുള്ളൊരു ചുറുചുറുക്ക് എല്ലാം നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണും. ആരും പറഞ്ഞാൽ കേൾക്കാത്തൊരു പ്രായമാണെന്നും എനിക്കറിയാം. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ചെയർപേഴ്സൺ റിയ ബിനോ പുളിക്കക്കണ്ടം, ഏറ്റവും ബഹുമാനപ്പെട്ട ഈ സ്കൂളിന്റെ HM, അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിയിട്ടുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, പ്രൊഫസർമാർ, ജീവിതത്തിലെ വിദ്യാർത്ഥികളെ, ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ഓഫ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്റ്റുകളിൽ പ്രിയപ്പെട്ട കൗൺസിലേഴ്സ്, ലയൺസ് ക്ലബിൻ്റെ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീ CB മാത്യു, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയമുള്ള മനോജ, പ്രിയ അധ്യാപകരെ, വാത്സല്യമുള്ള കുട്ടികളെ, സേവനമാണ് നമ്മുടെ ശക്തി, മാനവികതയാണ് നമ്മുടെ ലക്ഷ്യം എന്ന മഹത്തായ സന്ദേശവുമായി മുന്നേറുന്ന ലയൺസ് ക്ലബ് കുട്ടികളുടെ മാനസികവും ശാരീരികവും വ്യക്തിത്വ വികാസവും ലക്ഷ്യമാക്കി നടത്തുന്ന യൂത്ത് എംപവർമെൻറ്റ് പ്രോഗ്രാം സമൂഹത്തോടുള്ള അവരുടെ സേവന മനോഭാവത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും മികച്ച ഉദാഹരണമാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചത് ശ്രീ കിഷോർ ജോസഫ് സാറാണ്. സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. യുവജന ശാക്തീകരണത്തിനും നഗരവികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ശ്രീമതി ദിയ എന്ന മഹനീയ വ്യക്തിത്വമാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നടത്തിയത്. ദിയയ്ക്ക് നന്ദിയുടെ നിറമലരുകൾ അർപ്പിച്ചുകൊള്ളുന്നു. ഈ പരിപാടി
ആശംസ അർപ്പിച്ച് സംസാരിച്ച വർക്കി സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. തങ്ങളുടെ സമയവും ആരോഗ്യവും ഈ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ ലയൺസ് ക്ലബ് അംഗങ്ങൾക്കും കൗൺസിലേഴ്സിനും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. സേവന മനോഭാവം നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്കും കുട്ടികളുടെ സമഗ്ര വികസനത്തിനുമായി ലയൺസ് ക്ലബ് സംഘടിപ്പിച്ച ഇത്തരം മികച്ച പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇനിയും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഈ പ്രോഗ്രാം തോന്നി കുട്ടിയെ ആ പ്രോഗ്രാം എന്താണെന്ന് ലിസ്റ്റ് തരാം. ഈ വരുന്നയാൾക്ക് ആ ലിസ്റ്റ് കൈമാറി കഴിഞ്ഞാൽ അത് ഫോളോ അപ്പ് ചെയ്യാനും അതിന് പ്രയോജനം ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇത് റമദാൻ പോലെ ഇത്തരം അവസ്ഥയിലേക്ക് നിൽക്കുന്നത്. അത് ചെയ്യാൻ